ഹായ് ഗായ്സ്, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എന്തേ വീഡിയോ ഇടാത്തത്, ആ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പം റാൻഡംലി എനിക്കിന്ന് തോന്നി, ഓക്കെ ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് തൊട്ട് എന്തായാലും ലൈക്ക് പറ്റുമ്പോഴൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന്. സോ ഇന്നെനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പുറത്ത് ഭയങ്കര തണുപ്പാണ് ഗൈസ്, -4 ഓർ സംതിങ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാനൊരു 4 or 5 ഡ്രസ്സൊക്കെ ലെയർ ചെയ്തിട്ടാണ് വന്നത്. തെർമൽ ഡ്രസ്സ്, ഹുഡി, ജാക്കറ്റ്, ഐ ഡോണ്ട് നോ. അപ്പം ഇവിടെയാണെങ്കിൽ ഒറ്റ മനുഷ്യരില്ല, വിജനതയിൽ ആണ് ഗൈസ്, ഒറ്റ മനുഷ്യരില്ല. ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം. കണ്ടു ഗൈസ്, ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം UK വരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ലൈക്ക് ഒരു ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈസി ആയിട്ട് ജോലി കിട്ടും, ലൈക്ക് കുറച്ച് മീൻസ് ലൈക്ക് ഒന്ന് കഷ്ടപ്പെട്ടൊന്ന് അപ്ലൈ ചെയ്തൊക്കെ നോക്കി എന്തായാലും കിട്ടും എന്നൊക്കെ വിചാരിച്ചു ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു സിറ്റുവേഷൻസ്. ലൈക്ക് ആ ടൈം ഭയങ്കര ജോബ് കിട്ടില്ല, ഭയങ്കര ഡള്ളായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, ഇൻഡീഡ് വഴിയൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്തു. ലൈക്ക് ഡയറക്റ്റ് അവിടെ പോയി ജോലി അന്വേഷിച്ചു. പക്ഷേ എല്ലായിടത്തുനിന്നും ലൈക്ക് പിന്നെ വേക്കൻസി വരുമ്പോൾ വിളിക്കാം അങ്ങനെയായിരുന്നു. ഇൻഡീഡിലാണെങ്കിൽ റിജക്ഷൻ. ബാക്കി എല്ലാ ജോബ് അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും റിജക്ഷൻ മെയിൽ വന്ന് നിറയുമായിരുന്നു ഇൻബോക്സ്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ലൈക്ക് ഞാൻ വിചാരിച്ചു എനിക്കിനി ജോബ് കിട്ടാനൊന്നും പോകുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് വിഷമിക്കുകയായിരുന്നു ഗൈസ്. പക്ഷേ ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ജോബാണ്. അപ്പം എനിക്ക് വേറെ ഒരിടത്തായിരുന്നു ഫസ്റ്റ്, പിന്നെയാണ് ഇവിടെ ജോബ് ആയത്. എനിക്ക് ഇവിടെ ഷിഫ്റ്റ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ലൈക്ക് ആദ്യം ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ നൈറ്റായിരുന്നു, അപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യരില്ല. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒറ്റ മനുഷ്യരില്ല, ഭയങ്കര വിജനമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ. ലൈക്ക് കുറച്ച് ഇപ്പം ലൈറ്റെങ്കിലും ഉണ്ട്, ലൈക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടെ എങ്ങും കോറിഡോഴ്സിലൊന്നും ലൈറ്റില്ല. ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ അതങ്ങ് ശീലമായി. ഇപ്പം ഗൈസ് നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നൈറ്റ് ഷിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ള് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുവാണെന്ന്? അല്ല ഗൈസ്, ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഫ്രീ ടൈമാണ് ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നൽ വെറും സാങ്കല്പികമാണെന്ന് അറിയിച്ചോളൂ ഗൈസ്. ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു ഗൈസ്. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം 2 ദിവസമായിട്ട് സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ യൂണി ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആക്കി തന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ലോങ് ഡേ, ലൈക്ക് ഫുൾ ഡേ. എനിക്ക് നാളെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം ക്യാമറ ഓണാക്കണം, അതാണ് മെയിൻ പാർട്ട്. ക്യാമറ ഓണാക്കിയാലേ എന്തുള്ളൂ, അറ്റൻഡൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡൻസ് അവർ വെട്ടിക്കളയും. ക്യാമറ ഓണാക്കണം. പിന്നെ ചിലപ്പം എന്തെങ്കിലും റാൻഡംലി എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും, നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കുവേ. ഇതാണ് ഗൈസ് നമ്മുടെ ലോഞ്ച്. ഇവിടെയാണ് സ്റ്റാഫ്സൊക്കെ ഇരിക്കാറ്, റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ TV ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബുക്കുണ്ട്, ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, നോക്കൂ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മോർണിംഗ് 6 ആയി, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. എറൗണ്ട് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട് വീട്ടിലേക്ക്. 2 ബസ് കയറണം. അങ്ങനെ ഫസ്റ്റ് ബസ് കിട്ടി. ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഭയങ്കര കാറ്റും ഉണ്ടായി. സെക്കൻഡ് ബസ് വെയിറ്റ് ചെയ്തിരിക്കാൻ നേരത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ബിക്കോസ് ബസ് ഡിലേ ആയിരുന്നു. സോ ഭയങ്കര വൃത്തികെട്ട ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. ഒട്ടും ലൈക്ക് ഭയങ്കര തണുപ്പത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ദെൻ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് വന്നു. ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായി. ഭയങ്കര തണുപ്പായിരുന്നു, കൈയൊക്കെ ഫ്രീസിങ് ആയിരുന്നു ഗൈസ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ടും കയറി നോക്കണം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വരും ഡേയ്സിൽ ഞാൻ വ്ളോഗ്സുമായിട്ട് വരുന്നതാണ്. ഓക്കെ.